കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിന്റെ വചനം ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ, പ്രാർത്ഥിപ്പാൻ ദൈവമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന മകൽ ഭാഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പകൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കും. മരിച്ചവരും മൗനതയിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ ആദ്യപിതാക്കന്മാർ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചതുപോലെ ഈ പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിയ മകൽ ഭാഗ്യത്തെ സന്തോഷമായി കരുതുന്നവർ നന്ദിയോട് ദൈവത്തെ സ്തുതിച്ചാട്ട. ഹല്ലേലൂയ. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് പകൽ നമ്മുടെ നടുവിൽ മുഴു സാന്നിധ്യവുമായി ആഗതനായിട്ടുണ്ട്. എത്ര പേർക്ക് ആ ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഈ പകൽ ആമേൻ സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. എല്ലാ തരങ്ങളും തുറന്ന് അല്പസമയം നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. സ്നേഹതീരം പ്രയർ ഫാമിലി അതിരാവിലെ തിരുസന്നിധി കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹപൂർവം ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം. ഈ പുതിയ പ്രഭാതം നമുക്ക് ലഭിച്ചത് നമ്മുടെ ശക്തി കൊണ്ടല്ല, ദൈവത്തിന്റെ അളവറ്റ കരുണ കൊണ്ടാണ്. പ്രിയരെ, ഇന്നത്തെ ദിവസം കർത്താവ് നമുക്കായി ഒരുക്കിയ ദിവസമാണ്. നമുക്ക് സന്തോഷിച്ചും ആനന്ദിച്ചും അവിടുത്തെ സന്നിധിയിൽ പ്രവേശിക്കാം. ഹല്ലേലൂയ. നാം ഒരുമിച്ച് കൂടി വന്നിരിക്കുന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കുവാനും വചനത്താൽ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുവാനും ദൈവം നമ്മോട് സംസാരിക്കുന്നത് കേൾക്കുവാനുമാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു നിമിഷം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിക്കൂ. കമന്റിൽ ഇങ്ങനെ എഴുതൂ, നിങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ പറയൂ, പരിശുദ്ധാത്മാവേ ഇന്നോട് സംസാരിക്കണമേ. ഈ ലൈവ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കൂ. ഇന്ന് ദൈവത്തിന്റെ വചനം ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ പ്രാർത്ഥനയോടെ ഈ പകലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ സംസാരിപ്പാനിടയാണ്. അപ്പോൾ നമുക്ക് സ്തുതിയോടും ആരാധനയോടും കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കാം. തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ജീവിക്കുന്ന വചനം നമുക്ക് കേൾക്കാം. പ്രിയരെ, നമുക്കിപ്പോൾ ഹൃദയം തുറന്ന് കർത്താവിനെ ആരാധിക്കാം. നിങ്ങളുടെ വീടുകളെ ഒരു ചെറിയ ആരാധന ആലയമാക്കൂ. കൈകൾ ഉയർത്തൂ, ഹൃദയം ദൈവത്തിലേക്ക് ഉയർത്തി ഈ ഗാനം നമുക്ക് ഒരുമിച്ച് പാടാം. പരിശുദ്ധാത്മാവേ ഇറങ്ങി വാ, എൻ ഹൃദയം നിറച്ചിടണേ. യേശുവേ, നീ വാഴുവാൻ എൻ ജീവിതം ഒരുക്കിടണേ. നിൻ സന്നിധിയിൽ ആനന്ദം, നിൻ വചനത്തിൽ ജീവനുണ്ട്. നിൻ കൃപയാൽ നടക്കുമ്പോൾ ഭയമൊന്നും എന്നിലില്ല. കൈകൾ ഉയർത്തി സ്തുതിച്ചിടാം, ഹൃദയം തുറന്ന് ആരാധിക്കാം.
രാജാതിരാജനേശുവിനെ സർവകാലവും മഹത്വപ്പെടുത്ത തകർന്ന ഹൃദയം ചേർത്തിടുന്ന സ്നേഹനാഥനേശുവേ, പരിശുദ്ധാത്മ ശക്തിയാൽ പുതുജീവൻ നീ പകരണമേ. നിൻ വെളിച്ചം എൻ വഴിയായി, നിൻ സമാധാനം എൻ ബലമായി, നിന്നിൽ മാത്രം നിലനിൽക്കും യേശുവേ എൻ ജീവനെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇറങ്ങിവ എൻ ഹൃദയം നിറച്ചിടണേ. പരിശുദ്ധാത്മാവേ ഇറങ്ങിവ എൻ ഹൃദയം നിറച്ചിടണേ. യേശുവേ നീ വാഴുവാൻ ജീവിതമൊരുക്കിയിടണേ. കരങ്ങളെ അടിച്ചു നന്ദിയോടെ നിൻ സന്നിധിയിൽ ആനന്ദം, നിൻ വചനത്തിൽ ജീവനുണ്ട്. നിൻ കൃപയാൽ നടക്കുമ്പോൾ ഭയമെന്നൊന്നും എന്നിലില്ല. കൈകൾ ഉയർത്തി സ്തുതിച്ചിടാം, ഹൃദയം തുറന്ന് ആരാധിക്കാം. രാജാധിരാജൻ യേശുവിനെ സർവകാലവും മഹത്വപ്പെടുത്താം. തകർന്ന ഹൃദയം ചേർത്തിടുന്ന സ്നേഹനാഥനൻ യേശുവേ, പരിശുദ്ധാത്മശക്തിയാൽ പുതുജീവൻ നീ പകരണമേ. തകർന്ന ഹൃദയം ചേർത്തിടുന്ന സ്നേഹനാഥനൻ യേശുവേ, പരിശുദ്ധാത്മാവേ ഇറങ്ങിവ നിൻ ഹൃദയം നിറച്ചിടണേ. യേശുവിനെ വാഴുവാൻ ജീവിതമൊരുക്കിയിടണേ. ആമേൻ. ഹല്ലേലൂയ. നിന്നിൽ മാത്രം നിലനിൽക്കും യേശുവേ എൻ ജീവനേ. ഈ നല്ല പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ, കർത്താവിന് ഭാഗ്യത്തിനായി ഒരിക്കൽ കൂടെ നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 30 ദിവസത്തെ ആത്മീയ ഉണർവ് പരമ്പര ഈ പ്രഭാതത്തിൽ 8ാമത്തെ ദിവസം നമുക്കൊരുമിച്ച് ദൈവവചനം ധ്യാനിക്കാം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ജീവിതം എന്ന ചിന്തയാണ് ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. ആ ചിന്തയ്ക്ക് ആധാരമായിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18-ാം വാക്യമായി നടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും
ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിൽ പാടി കീർത്തനം ചെയ്തു. 2026 197 പകലിലാണ് നാം ആയിരിക്കുന്നത്. നാം വായിക്കപ്പെട്ട തിരുവചനം ഇപ്രകാരമാണ്: വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. അതിനാൽ ദുർനടപ്പ് ഉണ്ടാകുമല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നമ്മുടെ കേരളം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മദ്യവും ലഹരി പദാർത്ഥങ്ങളും തലമുറകൾ ഉപയോഗിക്കുന്നു എന്നല്ല, അതിന് അഡിക്റ്റായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഗവൺമെന്റ് അതിനെ തുരത്താനായിട്ട്, അതിനെ ഇല്ലാതാക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് അത് സുലഭമായി ലഭിക്കുന്ന വിധത്തിൽ പല കാര്യങ്ങളും നമുക്ക് കാണുവാൻ കഴിയുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ആമേൻ, വീഞ്ഞുകൊണ്ട് മത്തരാകരുത്, അതിൽ ദുഷ്ചാരമുണ്ട്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെ ഒരു അനുഗ്രഹം മാത്രം സ്വീകരിക്കുവാനല്ല വിളിച്ചിരിക്കുന്നത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനാണ്. പ്രൈസ് ദി ലോർഡ്. മദ്യത്തിന് ലഹരിയുണ്ട്, ലഹരി പദാർത്ഥങ്ങൾക്ക് ലഹരിയുണ്ട്. ആമേൻ. ഇതുപോലെ ആമേൻ പല കാര്യങ്ങളിലും പലർക്കും ആമേൻ ലഹരി പോലെ അഡിക്റ്റായി കൊണ്ടിരിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ആമേൻ ആത്മീയരായിരിക്കുന്ന നാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനാണ് ആമേൻ രക്ഷിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ അതേ ദൈവമക്കളായ യാത്രയുടെ തുടക്കമാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് രൂപാന്തരപ്പെടുന്നതാണ് ആത്മീയ പക്വത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവില്ലാതെ ആത്മീയ ജീവിതമില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 7 ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ ദൈവം ജീവശാസ്ത്രം ഊതുന്നത് വരെ അവൻ മണ്ണ് മാത്രമായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ ഇന്നും സഭകൾ ഉണ്ടാകാം, ആരാധന ഉണ്ടാകാം, പ്രസംഗമുണ്ടാകാം, സംഗീതമുണ്ടാകാം. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ജീവസ്പർശം ഇല്ലെങ്കിൽ എല്ലാം പുറം രൂപമായി മാത്രം മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാൽ ഓരോ ദിവസവും നമുക്ക് പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവേ, വെറും സന്ദർശകനായി വരരുതേ, എന്റെ ജീവിതത്തിൽ സ്ഥിരമായി വസിക്കണമേ. ഇതായിരിക്കണം ആമേൻ നമ്മുടെ പ്രാർത്ഥന. പെന്തക്കോസ്ത് അനുഭവം ഇന്നും തുടരുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയപ്പോൾ ആദ്യം മാറിയത് സാഹചര്യമല്ല, മാറിയത് മനുഷ്യരാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ മദ്യം കഴിച്ചാൽ ആ മദ്യം അവന്റെ നാഡി ഞരമ്പുകളിൽ, അവന്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ, ശരീരത്തിൽ ഒക്കെ അതിൻ്റെതാകുന്ന ആ പ്രതിധ്വനി ഫലിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. മദ്യം മനുഷ്യനെ നാശത്തിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരു മനുഷ്യനെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി അവനെ നല്ല വ്യക്തിത്വത്തിന് ഉടമയാക്കി മാറ്റുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ശ്രദ്ധിക്കണം, യോവേലിന്റെ കാലത്ത് പ്രവചിച്ച പ്രവചനത്തിന്റെ നിവൃത്തി
ആമേൻ പെന്തക്കോസ്ത നാളിൽ ആ മാളിക മുറിയിൽ ഇരുന്ന 120 പേരുടെ മേൽ ആമേൻ പതിഞ്ഞപ്പോൾ ഇറങ്ങിയപ്പോൾ ആദ്യം മാറിയത് സാഹചര്യമല്ല, ആമേൻ ആമേൻ മാറിയത് മനുഷ്യരാണ്. ഹല്ലേലൂയ. അവരുടെ സ്വഭാവമായിരുന്നു. ഹല്ലേലൂയ. അതേ ഭയന്നിരുന്ന പത്രോസ് ധൈര്യത്തോടെ പ്രസംഗിച്ചു. അടഞ്ഞിരുന്ന വാതിലുകൾ തുറന്നു. 3000 പേർ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന്റെ പ്രവർത്തനം മനുഷ്യന്റെ കഴിവ് കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണെന്ന് ലോകം കണ്ടു. ഹല്ലേലൂയ. ഇന്നും അതേ ദൈവം ജീവിക്കുന്നു. ഹല്ലേലൂയ. അവിടുന്ന് ഇന്നും ഹൃദയങ്ങളെ മാറ്റുന്നു, ഇന്നും രോഗികളെ സ്പർശിക്കുന്നു, ഇന്നും ബന്ധനങ്ങൾ അഴിക്കുന്നു, ഇന്നും പരിശുദ്ധാത്മാവിനാൽ സഭയെ ഉണർത്തുന്നു. ഈ പ്രഭാതത്തിൽ എത്ര പേർ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവേ നീ എന്നിൽ വരണമേ, ദൈവമേ ആ ആത്മാവിനെ എന്റെ മേൽ പകരണമേ, എന്റെ തലമുറകളുടെ മേൽ പകരണമേ, എന്റെ ജീവിത പങ്കാളിയുടെ മേൽ പകരണമേ, എന്റെ മാതാപിതാക്കളുടെ പകരണമേ. ഹല്ലേലൂയ. എന്റെ പട്ടണത്തിൽ ആമേൻ, എന്റെ ഭവനത്തിൽ ആ ആത്മാവിന്റെ സാന്നിധ്യം ഹല്ലേലൂയ അനുഭവിക്കാനിടയാകും. പ്രിയരെ, ആത്മാവിന്റെ നിറവെന്തിനാ? പരിശുദ്ധാത്മാവ് നമുക്ക് ആമേൻ വികാര അനുഭവം നൽകാൻ മാത്രമല്ല ആമേൻ അതേ വരുന്നത്. ഹല്ലേലൂയ. അവിടുന്ന് വരുന്നത് വിശുദ്ധിയിൽ നടക്കുവാൻ. ഹല്ലേലൂയ. അതേ വചനത്തെ മനസ്സിലാക്കുവാൻ, പ്രാർത്ഥനയിൽ ശക്തരാകുവാൻ, അതേ സുവിശേഷത്തിന് ധൈര്യമുള്ള സാക്ഷികളാകുവാൻ, ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ. റോമാലേഖനം 8-ാം-അധ്യായം 14 പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെയും ദൈവത്തിന്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. ആരാണ് ദൈവത്തിന്റെ മക്കൾ? പേരുകൊണ്ട് ആമേൻ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്വഭാവം ആമേൻ ഉള്ളവരാണ് യഥാർത്ഥത്തിൽ ദൈവമക്കൾ. ഹല്ലേലൂയ. റോമർ 8:14 പറയുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരൊക്കെയും ദൈവത്തിന്റെ മക്കളാകുന്നു. അതുകൊണ്ട് ആമേൻ ചോദ്യം ഇതല്ല, ഞാൻ സഭയിൽ പോകുന്നുണ്ടോ? ചോദ്യം ഇതാണ്, ആമേൻ എന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവാണോ നയിക്കുന്നത്? ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സ്വയം ഒന്ന് ചോദിച്ചേ, എന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവാണോ നയിക്കുന്നത്? ഹല്ലേലൂയ. ആ പരിശോധന നമ്മുടെ തീരുമാനങ്ങളാണ്. ആമേൻ. അതേ തീരുമാനങ്ങൾ ആരാണ് നയിക്കുന്നത്? നമ്മുടെ കോപം ആരാണ് നിയന്ത്രിക്കുന്നത്? നമ്മുടെ വാക്കുകളെ ആരാണ് വിശുദ്ധമാക്കുന്നത്? നമ്മുടെ കുടുംബത്തെ ആരാണ് നയിക്കുന്നത്? പരിശുദ്ധാത്മാവിന് പൂർണ്ണ അധികാരം നൽകിയ ജീവിതമാണ് ദൈവം അന്വേഷിക്കുന്നത്. ഹല്ലേലൂയ. ഈ പകൽ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട് ഹല്ലേലൂയ ജീവിക്കുവാൻ ഹല്ലേലൂയ സമർപ്പിക്കപ്പെടുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവാണോ നയിക്കുന്നത്? ഹല്ലേലൂയ. ഇന്ന് പകലൊന്ന് സ്വയം ആത്മപരിശോധന ആമേൻ നടത്താം. ഹല്ലേലൂയ. നമ്മുടെ തീരുമാനങ്ങൾ ആരാണ് നയിക്കുന്നത്? നമ്മുടെ കോപം ആരാണ് നിയന്ത്രിക്കുന്നത്? നമ്മുടെ വാക്കുകളെ ആരാണ് വിശുദ്ധമാക്കുന്നത്? നമ്മുടെ കുടുംബത്തെ ആരാണ് നയിക്കുന്നത്? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് പൂർണ്ണ അധികാരം നൽകിയ ജീവിതമാണ് ദൈവം അന്വേഷിക്കുന്നത്. ഈ പകൽ അപ്രകാരം ജീവിതം നയിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആ കരമടിച്ച കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഒരു ദാഹം നമ്മുടെ ഉള്ളിൽ ജനിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് അനുഗ്രഹങ്ങൾ മാത്രം പോരാ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം. അതാണ് യഥാർത്ഥ ആത്മീയ ഉണർവ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഈ അഭിഷേകത്തിന്റെ ആമേൻ ഹല്ലേലൂയ നിറവിൽ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ ആമേൻ അതേ നിറവിൽ ഹല്ലേലൂയ അഭിഷേകത്തിന്റെ പുഷ്ടി നിമിത്തം മുഖം ആമേൻ തകരുമെന്ന
ദേശത്ത് നിവരുവാൻ കഴിയാതെ, തലയുയർത്തുവാൻ കഴിയാതെ, ആമേൻ, നിന്നെ അതെ തല കുമ്പിടിപ്പിക്കുന്ന ചില വിഷയങ്ങൾ കാത്തു നിന്ന് ആമേൻ നിനക്ക് തല ഉയർത്തി മുമ്പോട്ട് പോകുവാൻ കഴിയണമെങ്കിൽ ആമേൻ അഭിഷേകത്തിൽ നിന്ന് ആത്മാവിന്റെ നടത്തിപ്പിലേക്ക് ഹല്ലേലൂയ നാം മൂവ് ചെയ്യപ്പെടണം. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യവും ഗലാത്യലേഖനം 5:22 മുതൽ 25 വരെയും യോഹന്നാൻ 16:13 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 18-ാം വാക്യവും വായിക്കുമ്പോൾ ആമേൻ നമുക്ക് ആ അനുഭവം കാണുവാൻ കഴിയും. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് വെറും ഒരു അനുഭവമല്ല, അവിടുന്ന് ഒരു വ്യക്തിയാണ്. നമ്മെ സ്നേഹിക്കുന്നവൻ, അതേ നമ്മെ പഠിപ്പിക്കുന്നവൻ, നമ്മെ ആശ്വസിപ്പിക്കുന്നവൻ, നമ്മെ നയിക്കുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമ്മെ നയിക്കുവാൻ, ഹല്ലേലൂയ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ പഠിപ്പിക്കുന്നവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ പരിശുദ്ധാത്മാവാകയാൽ ആ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ജീവിപ്പാൻ ഹല്ലേലൂയ ആര് തയ്യാറാകും? ഹല്ലേലൂയ. യേശു പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും ആമേൻ വഴി നടത്തും. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ ആമേൻ അതേ സുവിശേഷം ആമേൻ 16-ാം അധ്യായം 13-ാം വാക്യമാ ആമേൻ ഞാൻ വായിച്ചത്. അതിനാൽ പരിശുദ്ധാത്മാവിന്റെ പ്രധാന ദൗത്യം ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. അവൻ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ബൈബിൾ വായിക്കുന്ന എല്ലാവർക്കും ആമേൻ ഒരു വെളിപ്പാട് ലഭിക്കണമെന്നില്ല. ആമേൻ. പരിശുദ്ധാത്മാവ് അതെ തുറന്നു കൊടുക്കുമ്പോഴാണ് വചനം ആമേൻ ജീവിക്കുന്നതാകുന്നത്. ഹല്ലേലൂയ. ഒരു വചനം വർഷങ്ങളായി വായിച്ചിട്ടും ഒന്നും മനസ്സിലാക്കാതെ പോകാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ ആഴങ്ങൾ മനസ്സിലാകാതെ പോകാം. എന്നാൽ പരിശുദ്ധാത്മാവ് അതേ വചനം ഹൃദയത്തിൽ തെളിയിക്കുമ്പോൾ ജീവിതം തന്നെ മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് ഓരോ ദിവസവും പറയുക, പരിശുദ്ധാത്മാവേ, വചനം എനിക്ക് തുറന്ന് തരണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് എന്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. എങ്ങനെയാണ് ആമേൻ സാക്ഷികളാകുവാനായി സാധിക്കുന്നത്? ഹല്ലേലൂയ. ആമേൻ. ഈ ശക്തി മറ്റുള്ളവരെക്കാൾ വലിയവരാകാനല്ല. ഹല്ലേലൂയ. എനിക്ക് അവരെക്കാട്ടിലും വലിയ ആളാകണം, എനിക്ക് അവരെക്കാട്ടിലും ആമേൻ വലിയ വീട് വെക്കണം, എനിക്ക് അവരെക്കാട്ടിലും ആമേൻ എന്റെ മക്കളെ വലിയവരാക്കണം, ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ളവരായിട്ടല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പിന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞതിന്റെ ആഴമെന്താണ്? ഹല്ലേലൂയ. തകർന്നവരെ ഉയർത്താൻ. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്തവരോട് സുവിശേഷം പറയാൻ. ആമേൻ. കണ്ണീരുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുവാൻ. ആമേൻ. ദൈവം ഓരോ വിശ്വാസിയെയും തന്റെ രാജ്യത്തിന്റെ സാക്ഷിയാക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പലപ്പോഴും നാം കേൾക്കുന്ന സാക്ഷ്യം ആമേൻ അതേ മറ്റു രീതികളിലാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ഫലമില്ലാത്ത അഭിഷേകം അപകടകരമാണ്. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 ആത്മാവിന്റെ ഫലത്തെ കുറിച്ച് കാണുവാൻ കഴിയുന്നു. ഒന്ന് സ്നേഹമാണ്. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ നിറവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ആമേൻ വഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആമേൻ നമുക്ക് ആമേൻ കാണുവാൻ കഴിയുന്നത് ദൈവ സ്നേഹമാണ്. ഹല്ലേലൂയ. രണ്ടാമത് അവനിൽ സന്തോഷമുണ്ടാകും. ഹല്ലേലൂയ. മൂന്നാമത് അവനിൽ സമാധാനം കാണും. ഹല്ലേലൂയ. നാലാമത് ദീർഘക്ഷമ. ഹല്ലേലൂയ. ആമേൻ. ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം, ഇതൊക്കെ അഭിഷേകമുള്ള ആത്മാവിന്റെ നിറവുള്ള
ആമേൻ ഒരു ദൈവ പൈതലിൽ അതേ പ്രകടമാകണം. Praise the Lord. അത്ഭുതങ്ങൾ സംഭവിച്ചാലും ആമേൻ ഈ ഫലങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആത്മീയ വളർച്ച പൂർണ്ണമല്ല. ഹല്ലേലൂയ. ദൈവം അതേ ശക്തിയും സ്വഭാവവും ഒരുപോലെ വളരണമെന്ന് ആഗ്രഹിക്കുന്നു. ഈ പ്രഭാതത്തിൽ ആ ദൈവത്തിന്റെ ആഗ്രഹത്തെ ആമേൻ നമ്മിൽ സഫലീകരിച്ച് കാണുവാൻ ഹല്ലേലൂയ അതെ എത്ര പേർ ആഗ്രഹിക്കുന്നു? ആത്മാവിനാൽ രൂപാന്തരപ്പെടുന്ന ജീവിതം. ആമേൻ. കൊരിന്ത്യർക്ക് എഴുതിയ 2-3 വാക്യത്തിൽ പറയുന്നു, കർത്താവിന്റെ ആത്മാവിനാൽ നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുന്നു എന്ന്. ഹല്ലേലൂയ. പ്രിയരെ, യഥാർത്ഥ ആത്മീയ ഉണർവ് പുറത്തുള്ള ശബ്ദത്തിൽ അല്ല, ആമേൻ, ഉള്ളിലെ മാറ്റത്തിലാണ്. Praise the Lord. പ്രാർത്ഥന കഴിഞ്ഞിട്ടും പഴയ കോപം തുടർന്നാൽ മാറ്റം എവിടെയാണ് പ്രിയരെ? ആരാധന കഴിഞ്ഞിട്ടും ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആത്മാവ് എവിടെയാണ് പ്രവർത്തിക്കുന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയം യേശുവിനെ പോലെ മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഖ്യാപിക്കുന്നു, ഉണങ്ങിയ ആത്മീയ ജീവിതങ്ങൾ വീണ്ടും ജീവിക്കും. ഹല്ലേലൂയ. വചനത്തോടുള്ള ദാഹം വർദ്ധിക്കും. പ്രാർത്ഥനയുടെ തീ വീണ്ടും ജ്വലിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം വസിക്കും. നിങ്ങളുടെ ശുശ്രൂഷയിൽ പുതിയ അഭിഷേകം ഇറങ്ങി വരും. നിങ്ങൾ ക്രിസ്തുവിന്റെ മഹത്വം വഹിക്കുന്ന പാത്രമായി മാറും. ഹല്ലേലൂയ. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം വെറും അനുഗ്രഹം തേടുന്ന ജീവിതമല്ല, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ജീവിതമാകട്ടെ. വിശ്വസിക്കുന്നവർ ആ കരമുയർത്തി കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ആമേൻ ദൈവരാജ്യത്തിന്റെ വെളിപ്പാടും. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആമേൻ മർക്കോസിന്റെ സുവിശേഷം ആമേൻ 16 17-18 വാക്യങ്ങളും, ലൂക്കോസിന്റെ സുവിശേഷം 4 18 വാക്യവും, ആമേൻ 1 കൊരിന്ത്യർ 2:4-5 വരെയും, റോമാലേഖനം 14:17 ആമേൻ നാം വായിക്കുമ്പോൾ ആമേൻ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ദൈവരാജ്യത്തിന്റെ വെളിപ്പാടും ആമേൻ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ നിറവ് വ്യക്തിപരമായ അനുഭവത്തിൽ അവസാനിക്കുന്നില്ല. Praise the Lord. അത് ലോകത്തിലേക്ക് ഒഴുകുന്ന ഒരു നദിയായി മാറണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ആമേൻ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ആമേൻ കേവലം കയ്യടി കൊണ്ട് ആമേൻ 4 ഭിത്തിക്കകത്ത് ഒതുങ്ങുന്നതല്ല. കേവലം 2 മണിക്കൂർ 3 മണിക്കൂർ ഞായറാഴ്ച ആരാധന ആലയത്തിൽ ആമേൻ അതെ വെളിപ്പെടുന്ന ഒന്നല്ല. Praise the Lord. ഹല്ലേലൂയ. ആമേൻ വ്യക്തിപരമായി ആമേൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവത്തിൽ അവസാനിക്കുന്നില്ല. അത് വ്യക്തികളിലൂടെ ലോകത്തിലേക്ക് ഒഴുകുന്ന ഒരു നദിയായി മാറണം. Praise the Lord. യേശു ഇപ്രകാരം പറഞ്ഞു, ലൂക്കോസിന്റെ സുവിശേഷം 4:18 ആമേൻ. യേശു പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുവാനും ബദ്ധന്മാർക്ക് വിടുതൽ പ്രസംഗിപ്പാനും. ഹല്ലേലൂയ. ഇതാണ് ദൈവ രാജ്യത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. ഇന്ന് പകൽ ആ ആത്മപകർച്ച എന്നിൽ ആമേൻ സംഭവിക്കണമേ. ഹല്ലേലൂയ. അതിനായി എത്ര പേർ കൊതിക്കുന്നുണ്ട്? അതിനായി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന യഹോവയുടെ ആ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ആമേൻ അതേ മാളികമുറിയിൽ പ്രാപിപ്പാൻ ഒരുക്കത്തോടെ ഇരുന്നവരുടെ മേൽ പതിഞ്ഞതുപോലെ ഇന്ന് പകലിലോ അത് സംഭവിപ്പാനിടയാകും. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ ആത്മാവിന്റെ പകർച്ചയ്ക്കായി ആര് കാത്തിരിക്കുന്നുവോ, ആരതിനായി ഒരുങ്ങുന്നുവോ, അവരുടെ മേൽ ഇന്നും അത് പകരുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ തലമുറ പാപത്തിൽ പിടിപ്പെട്ട് തകർന്നു പോകാതിരിക്കും.
ആയിരിക്കാൻ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നീതിയുടെ മാർഗത്തിലേക്ക് അവരെ നയിക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ ആ പകർച്ച അവരുടെ മേൽ പതിയുവാൻ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നവർ ആമേൻ തലമുറകൾക്ക് വേണ്ടി ആമേൻ പ്രാർത്ഥിപ്പാനിടയാകട്ടെ. യേശു പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരയുവേ. ഹല്ലേലൂയ. ആമേൻ. അതേ, ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ ഹല്ലേലൂയ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഹല്ലേലൂയ. അപ്പൊ സുവിശേഷം പറയുവാൻ കഴിയണമെങ്കിൽ ഹല്ലേലൂയ ആമേൻ ആത്മാവ് ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആരുടെ ആത്മാവ്? കർത്താവിന്റെ ആത്മാവ്. യേശു പറഞ്ഞു, ആ ആത്മാവ് എന്റെ മേലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ആ പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്? ഹല്ലേലൂയ. ആമേൻ. എനിക്ക് പണമുണ്ട്, എനിക്ക് സ്വത്തുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഭർത്താവുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, എനിക്ക് വാഹനമുണ്ട് എന്ന് പറയുവാൻ കഴിയുന്ന അനേകരുണ്ട്. എന്നാൽ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, ആ പരിശുദ്ധാത്മാവ് എന്റെ മേലുണ്ട്, എന്റെ തലമുറകളുടെ മേലുണ്ട്, എന്റെ ജീവിത പങ്കാളിയുടെ മേലുണ്ട്. ഹല്ലേലൂയ. ആത്മാവ് ഉണ്ടെങ്കിൽ അവർക്ക് ഹല്ലേലൂയ നിയോഗമുണ്ടാകും. ആമേൻ. ഒരു ദരിദ്രനെ കാണുമ്പോൾ ഹല്ലേലൂയ ആമേൻ, ഒരു ഹൃദയം തകർന്നവനെ കാണുമ്പോൾ, ഒരു രോഗിയെ കാണുമ്പോൾ, ഒരു ഭക്തന്മാരെ കാണുമ്പോൾ ആത്മാവ് അവന് പ്രചോദനം കൊടുക്കും, അവന് നിയോഗം കൊടുക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ആത്മാവ് എന്റെ മേലുണ്ട്, അതുകൊണ്ട് ഞാൻ ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. ഹല്ലേലൂയ. അതിനായി എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ഹൃദയം തകർന്നവരെ കാണുമ്പോൾ അവൻ അതേ മനസ്സറിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇതാണ് പ്രിയരെ ദൈവരാജ്യത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ലക്ഷ്യം, ദൈവം നമുക്ക് അഭിഷേകം നൽകുന്നത് പ്രശസ്തരാകാനല്ല. ആമേൻ. സോഷ്യൽ മീഡിയയിലൂടെ, അല്ലെങ്കിൽ ആമേൻ ഏതെങ്കിലും കൺവെൻഷനിലൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗ വേദിയിലൂടെ ആമേൻ പ്രശസ്തരാകാനല്ല അഭിഷേകം ലഭിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. കരയുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, നിരാശരായവരിൽ പ്രത്യാശ ഉണർത്താൻ, തകർന്ന കുടുംബങ്ങളെ പുനഃസ്ഥാപിക്കാൻ, പാപികളെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ യേശുവിന്റെ ആമേൻ ശുശ്രൂഷ എവിടെ ചെന്നാലും ജീവൻ പകരുന്നതാ. ഹല്ലേലൂയ. അതുപോലെ നാം പോകുന്നിടത്ത് ദൈവ സ്നേഹം അനുഭവപ്പെടണം. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം ആമേൻ ദൈവശക്തിക്ക് വഴി തുറക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നു, എന്റെ പ്രസംഗം മനുഷ്യ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളിലല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രകടനത്തിലായിരുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ ആമേൻ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 4-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ഹൃദയങ്ങൾ മാറുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആമേൻ ചിലരുടെ സ്വഭാവങ്ങൾ മാറുവാൻ ഇടയാകത്തക്ക വിധത്തിൽ വചനത്തിന്റെ ആമേൻ ശക്തി ഹല്ലേലൂയ ചില ജീവിതങ്ങളിൽ പ്രകടമാകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. വചനവും പരിശുദ്ധാത്മാവും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഹൃദയങ്ങൾ മാറുന്നത്. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ വിശ്വാസത്തോടെ സ്വീകരിക്കൂ. ഹല്ലേലൂയ. ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു, ഇന്നും കണ്ണുനീർ തുടയ്ക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്നും പ്രത്യാശയില്ലാത്തവർക്ക് പുതിയ തുടക്കം നൽകുന്നു. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആമേൻ ചില ജീവിതങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളുകളായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ആ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ചില വിഷയങ്ങൾക്കകത്ത് ഇടപെട്ട് നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദിനങ്ങളാണ് ഈ പകൽ. ഹല്ലേലൂയ. ആമേൻ. ദൈവം ചില വിഷയങ്ങൾക്കകത്ത് ആമേൻ തന്റെ
പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ആമേൻ അയച്ച് ഹല്ലേലൂയ തന്റെ ദൂതന്മാരെ അയച്ച് ആമേൻ പ്രത്യാശയില്ലാത്ത ആമേൻ ചില ജീവിതങ്ങൾക്ക് ആമേൻ ചില തുടക്കം നൽകുന്ന പകലെന്ന് പരിശുദ്ധാത്മാവ് ആത്മാവിൽ ആമേൻ അതേ ദൂത് പറയുകയാണ്. ഹല്ലേലൂയ ആമേൻ ദൈവരാജ്യം അനുഭവിക്കപ്പെടേണ്ടതാണ്. ഹല്ലേലൂയ റോമാലേഖനം 14:17 പറയുന്നു, ദൈവരാജ്യം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാകുന്നുവെന്ന്. ഹല്ലേലൂയ ആമേൻ ആ ദൈവരാജ്യത്തിന്റെ ആ വ്യാപ്തി, ദൈവരാജ്യത്തിന്റെ അകത്ത് ആയിരിക്കുന്ന ആമേൻ ജീവിതങ്ങളിൽ സമാധാനമുണ്ടാകും, നീതിയുണ്ടാകും, സന്തോഷമുണ്ടാകും. അത് അനുഭവിപ്പാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിലൂടെയാണ്. ദൈവരാജ്യം ഒരാശയം മാത്രമല്ല, അതൊരു അനുഭവമാണ്. നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടെങ്കിൽ ദൈവരാജ്യം അവിടെ പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ ക്ഷമ അസാധ്യമെന്ന് തോന്നിയെടുത്ത ക്ഷമ ഉദിക്കുമ്പോൾ ദൈവരാജ്യം വെളിപ്പെടുന്നു. ഭയം മാറി വിശ്വാസം വരുമ്പോൾ ദൈവരാജ്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ പലപ്പോഴും ആമേൻ പല മേഖലകളിൽ ക്ഷമിക്കുവാൻ ആമേൻ കഴിയാത്ത വിധത്തിലുള്ള ചില ആമേൻ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ആമേൻ ക്ഷമ അസാധ്യമാണ്, ക്ഷമിക്കപ്പെടുവാൻ പറ്റാത്തതാണ് എന്ന് തോന്നുന്ന വിഷയങ്ങളുടെ മുമ്പിൽ ക്ഷമ ഉദിക്കുകയാണെങ്കിൽ അവിടെ ദൈവരാജ്യം വെളിപ്പെടുന്നു. ഹല്ലേലൂയ ചില വിഷയങ്ങൾക്കായി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആമേൻ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ആമേൻ ഭയം ആമേൻ ആ ഭയം മാറി ആമേൻ അതേ വിശ്വാസം വരുമ്പോൾ അവിടെ ദൈവരാജ്യം പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ ഇന്ന് പകലിൽ ആമേൻ കടന്നു പോകുന്ന മേഖലകളിൽ അപ്രകാരം ആമേൻ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ, ആമേൻ ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി കാണുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഹല്ലേലൂയ ഒരു അസാധാരണമാകുന്ന ആമേൻ ദൈവ സാന്നിധ്യം ചിലരുടെ മേൽ അതേ വീഴുകയാണ്. ഹല്ലേലൂയ പകരുകയാണ്. ഹല്ലേലൂയ സഭ എഴുന്നേൽക്കേണ്ട സമയം. ഹല്ലേലൂയ പ്രിയരെ ഞാനും നിങ്ങളും ഹല്ലേലൂയ ആമേൻ എഴുന്നേൽക്കേണ്ട സമയം. ആമേൻ ഇന്ന് ലോകം ആമേൻ പ്രത്യാശ അന്വേഷിക്കുകയാണ്. അതിനാൽ സഭ വെളിച്ചമാകണം. ഓരോ വിശ്വാസിയും ക്രിസ്തുവിന്റെ ആമേൻ സുഗന്ധമാകണം. നമ്മുടെ ജീവിതം ഒരു പ്രസംഗമാകണം. നമ്മുടെ സ്നേഹം സുവിശേഷമാകണം. ആമേൻ നമ്മുടെ വിശുദ്ധി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം. ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ തീ ജ്വലിക്കും. ഹല്ലേലൂയ ഈ അധികാരം ദൈവം ആമേൻ നൽകുന്നതാണ്. ആമേൻ ദൈവം നൽകുന്ന അധികാരത്തിൽ, ദൈവം നൽകുന്ന ആത്മീയ അധികാരത്തിൽ ഈ പ്രഭാതത്തിൽ ചിലരെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുതിയ തീ ജ്വലിക്കും. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പുതിയ ശക്തി ലഭിക്കും. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യവും വർദ്ധിക്കും. നിങ്ങളുടെ സാക്ഷ്യം വഴി അനേകർ ക്രിസ്തുവിനെ അറിയും. നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന ഒരു ദൈവസ്തംഭമാകും. ഹല്ലേലൂയ ഇതൊക്കെ കേൾക്കുമ്പോ ഹല്ലേലൂയ അത് ആമേൻ പറഞ്ഞ് അത് സ്വീകരിച്ച് കർത്താവേ ആമേൻ എന്നിൽ അത് സംഭവിക്കണമേ, ആ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. ആര് പ്രതികരിക്കും? ഹല്ലേലൂയ ആര് സമർപ്പിക്കും? ആമേൻ പരിശുദ്ധാത്മാവിനാൽ നിറയുക എന്നത് ഒരു ദിവസത്തെ അനുഭവമല്ല, അത് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ ജീവിക്കുന്ന ഒരു ജീവിത ശൈലിയാണ്. ഹല്ലേലൂയ ദിവസവും പല്ല് തേക്കത്തില്ലേ? ദിവസവും ആഹാരം കഴിക്കത്തില്ലേ? ദിവസവും പ്രഭാത കൃത്യങ്ങൾ ചെയ്യാറില്ലേ? ആമേൻ ഇതുപോലെ ദിവസവും
നാം ദൈവ ആത്മാവിന്റെ നിറവിൽ, ദൈവ സാന്നിധ്യത്തിൽ, ഹല്ലേലൂയ, ഇത് നമ്മുടെ ജീവിത ശൈലിയായി മാറണം. ഇന്ന് മുതൽ നിങ്ങളുടെ ഹൃദയം മുഴുവൻ ദൈവത്തിന് സമർപ്പിക്കൂ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ ക്രിസ്തു വെളിപ്പെടും. ആമേൻ. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ ശുശ്രൂഷ ഫലം കായ്ക്കും. ദൈവത്തിന്റെ നാമം നിങ്ങളിലൂടെ മഹത്വപ്പെടുവാനിടയാകും. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ആ കരമുയർത്തി കർത്താവിന്റെ നന്ദിയോടെ സ്തുതിച്ചാൽ. ഹല്ലേലൂയ. ആത്മാവിനാൽ നടക്കുന്നവൻ. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5:16 ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു, ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ആമേൻ കഴിഞ്ഞ ദിവസം കണ്ടു. ആമേൻ ഒരു പ്രായമായ സ്ത്രീ, ആമേൻ, അതെ, അവരുടെ വിശ്വാസപ്രകാരം പതിവായി പ്രാർത്ഥിക്കാൻ ആമേൻ പോകുന്ന ഇടത്ത് പോയി. ആമേൻ. എന്നാൽ ഇരുളിന്റെ മറവിൽ അവർ കൊല ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ, ജഡത്തിന്റെ മോഹം ആമേൻ പ്രബലപ്പെട്ടപ്പോ, ഹല്ലേലൂയ, ആമേൻ, ആത്മാവിനാൽ നടക്കുന്നവൻ ജഡത്തിന്റെ മോഹം എന്ത് ചെയ്യില്ല? നിവർത്തിക്കുകയില്ല. ഇന്ന് ലോകത്തിൽ പലരും ആമേൻ, അതെ, ജഡത്തിന്റെ മോഹം ആമേൻ നിവർത്തിക്കുവാൻ ഇരുളിന്റെ മറവിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിനാൽ പിടിക്കപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളോട് ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ഇന്ന് പകലിലും ആമേൻ കോപം ആമേൻ ഉളവാകത്തക്ക വിധത്തിൽ ജഡത്തിന്റെ പ്രവൃത്തി പ്രബലപ്പെടാതിരിക്കുവാൻ, ആത്മാവിൽ നടക്കുവാൻ, ആത്മാവിൽ ജീവിക്കുവാൻ ഏൽപ്പിക്കുന്ന ദൈവ പൈതലെ, നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു രോഗത്തിന് കഴിയത്തില്ല. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചനം കേട്ടതിന് ശേഷം ഓരോരുത്തരും സ്വന്തം ഹൃദയത്തോട് ഒരു ചോദ്യം ചോദിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിനെ കേട്ട് ജീവിക്കുകയാണോ, അതോ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയാണോ? ദൈവം ഇന്ന് നിങ്ങളുടെ കഴിവല്ല അന്വേഷിക്കുന്നത്, നിങ്ങളുടെ സമർപ്പണമാണ് അന്വേഷിക്കുന്നത്. ദൈവം നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കാൾ നിങ്ങളുടെ ഹൃദയത്തെ നോക്കുന്നു, നിങ്ങളുടെ സ്ഥാനത്തേക്കാൾ നിങ്ങളുടെ വിശുദ്ധിയെ നോക്കുന്നു, നിങ്ങളുടെ പ്രശസ്തിയേക്കാൾ നിങ്ങളുടെ അനുസരണത്തെ വിലമതിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് ഇടം കൊടുക്കുക. ആമേൻ. വീട്ടിലെ ഒരു മുറി മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന് തുറന്നു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ചിലരുണ്ട് ആമേൻ വീട്ടിൽ വന്ന് റൂം അടച്ച് ആമേൻ ഭാവിച്ചിട്ടിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് ആമേൻ ദൈവത്തെ ആമേൻ സ്തുതിക്കും, ദൈവത്തെ ആരാധിക്കും. അവിടെ നിന്ന് എഴുന്നേറ്റ് ജഡത്തിന്റെ മോഹങ്ങൾ ആമേൻ അതെ